വിശുദ്ധ ലൂക്കാസ് ശ്ലീഹ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗം. ജെറുസലേം ദേവാലയത്തിൽ ഉപാധ്യായരുടെ കൂടെ സംവദിച്ചു കൊണ്ടിരിക്കുന്ന ബാലനായ ഈശോയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈശോയുടെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോകുമായിരുന്നുവെന്ന്. തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്ന 3 പാഠങ്ങളുണ്ട്. 1. യൗസേപ്പും മേരിയും ദൈവഹിതത്തോട് ചേർന്ന് ജീവിച്ചവരാണ്. ദൈവത്തോട് കൂടെയായിരുന്നു കൊണ്ട് ജീവിതം പൂർത്തീകരിച്ചവരാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും ഒക്കെ. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം ധ്യാനിക്കേണ്ട ഒരു വിഷയം കൂടെയാണിത്. നമുക്ക് ദൈവത്തോട് എത്രമാത്രം ചേർന്നിരിക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ട്? നമ്മുടെ ദൈവാലയ സന്ദർശനങ്ങളൊക്കെ എത്രമാത്രം ഭക്തിപൂർവമാണ്? ചിലപ്പോഴെങ്കിലും ഒരാചാരം പോലെ, ചടങ്ങ് പോലെയല്ലേ നമ്മുടെയൊക്കെ ദേവാലയ സന്ദർശനങ്ങളും വിശുദ്ധ കുർബാന അർപ്പണങ്ങളുമൊക്കെ? തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്നു ഏറ്റവും വിശ്വസ്തയോടുകൂടെ ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന്. 2-മത്തെ ഒരു പാഠം നാം കാണുന്നത് ഇവിടെ പരസ്പര വിശ്വാസമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് യൗസേപ്പ് പിതാവിനെയും യൗസേപ്പ് പിതാവിന് പരിശുദ്ധ അമ്മയും നല്ല വിശ്വാസമായിരുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെ ഈ വിശ്വാസം എത്രമാത്രം ആഴപ്പെട്ടു പോകുന്നുണ്ട്. പരസ്പര വിശ്വാസം അത് അനുഗ്രഹമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരസ്പരമായ വിശ്വാസം ആഴപ്പെടുന്നിടത്താണ് ദൃഢമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുക. 3-മത്തെ ഒരു പാഠം തിരുക്കുടുംബം പഠിപ്പിക്കുന്നത് ഇത് പ്രാർത്ഥനയുടെ കുടുംബമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ആഴത്തിലാണ് ദൈവത്തിൻ്റെ ഹിതങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് സാധ്യമായതും. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥന എത്രമാത്രം ആഴപ്പെട്ടു പോകുന്നുണ്ടെന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സുവിശേഷ ഭാഗം വിനിയോഗിക്കാം. ആത്മാർത്ഥതയുടെ പ്രാർത്ഥന എവിടെയൊക്കെയാണ് ഉണ്ടാവുക? എൻ്റെ അനുദിന ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ എത്രമാത്രം നന്മയിൽ പൂർത്തീകരിക്കുവാനായിട്ട് എനിക്ക് സാധ്യമാകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതവും തിരുക്കുടുംബം പോലെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 52-ാം തിരുവചനം ഇപ്രകാരമാണ്: ബാലനായ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഇന്ന് പല വീട്ടിലും മാതാപിതാക്കളും മക്കളെ ഓർത്ത് വ്യസനപ്പെടുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാതൃകയാക്കേണ്ടത് ഈ ബാലനായ ഈശോയെ തന്നെയാണ്. അവൻ ജ്ഞാനത്തിലാണ് വളർന്നു വന്നത്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളും ദൈവികമായ അറിവിൽ വളർന്നു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രായത്തിൽ പക്വതയോടുകൂടിയായിരുന്നു ഈശോയുടെ സംസാരങ്ങളും പ്രവൃത്തികളുമൊക്കെ. നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ ഈ പക്വതയിൽ വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബാലനായ ഈശോ വളർന്നത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ്. നമ്മുടെ മക്കളും ദൈവത്തിനും ചുറ്റുവട്ടങ്ങൾക്കുമൊക്കെ പ്രിയപ്പെട്ടവരായിട്ട് മാറുവാൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതൊരു പ്രാർത്ഥനാ നിയോഗമാക്കാം. മാതാപിതാക്കളുടെ കരങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കട്ടെ. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നവരായി, വിശ്വാസപൂർവ്വം ജീവിക്കുന്നവരായി, ദൈവത്തിൻ്റെ ഹിതങ്ങളോട് ചേർന്ന് ജീവിക്കുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.